പലരിലും കാണുന്നൊരു ബുദ്ധിമുട്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻ. ഫംഗസുകൾ പല രീതിയിലുണ്ട്, പല രീതിയിലായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കൂടുതലായിട്ടും ആളുകളിൽ അത് കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഇടുങ്ങിയ ഭാഗങ്ങളിലാണ്. വിയർപ്പ് എവിടെയൊക്കെയാണോ കെട്ടിക്കിടക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും. അതിന് ശക്തമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും ഉണ്ടാകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫംഗൽ ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിലും അവിടെ ശക്തമായിട്ടുള്ള ചൊറിച്ചിൽ എല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. മഴക്കാലമൊക്കെ തുടങ്ങുന്ന സമയത്ത് പലരിലും കാണുന്നൊരു ബുദ്ധിമുട്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി പോലെയൊക്കെ കാണുന്നത്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഫംഗസുകൾ പല രീതിയിലുണ്ട്, പല രീതിയിലായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ആളുകളിൽ അത് കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഇടുങ്ങിയ ഭാഗങ്ങളിലാണ്. ഇടുങ്ങിയ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇപ്പം കക്ഷത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ തൊടയുടെ സൈഡിലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വിയർപ്പ് എവിടെയൊക്കെയാണോ കെട്ടിക്കിടക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് ഓരോരോ വിഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഈ ഒരു വിരലിൻ്റെ ഇടയിലായിട്ട് ചില ആളുകൾക്ക് ഫംഗൽ പ്രോബ്ലംസ് കാണിക്കാറുണ്ട്, ഈ അത്ലറ്റ്സ് ഫൂട്ട് പോലെയുള്ള കണ്ടീഷൻ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് റിംഗ് വേം കണ്ടീഷനായിട്ട് കാണിക്കാറുണ്ട്. റിംഗ് വേം ആണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരിലും കാണുന്നത്. അതായത് ജസ്റ്റ് വട്ടത്തിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ബോർഡർ ലൈൻ ഇങ്ങനെ കാണാൻ സാധിക്കും. ഫംഗൽ ഇൻഫെക്ഷനകത്ത് ചുറ്റും ഒരു വൈറ്റ് കളേർഡിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ചില ആളുകൾ അത് റെഡിഷ് നിറത്തിലോട്ട് മാറുകയും അതിന് കറക്റ്റ് അതിൻ്റെ ചുറ്റും ചെറിയൊരു തരി പോലെ ആയിട്ടാണ് ആ ഒരു ബോർഡർ കാണുന്നത്. അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ ഒരുപാട് ആളുകൾ കാണാറുണ്ട്. അത് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും. അതിന് ശക്തമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും ഉണ്ടാകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫംഗൽ ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിലും അവിടെ ശക്തമായിട്ടുള്ള ചൊറിച്ചിൽ എല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ആ ഒരു പ്രശ്നം നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷനിലുള്ള ആളുകളിൽ കാണുന്ന അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് കാൻഡിഡിയാസിസ് ആണ്. അത് കൂടുതലും നമ്മുടെ മൗത്തിനകത്ത്, അത് ശരിക്കും ഒരു വെള്ള പൂപ്പൽ പോലെ മൗത്തിനകത്ത്, അതുപോലെ തന്നെ വജൈനൽ ജെനറ്റൈൽ ഏരിയയിലൊക്കെ ആയിട്ട് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ടും ആളുകളിൽ കാണിക്കാറുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ മുടി നമ്മുടെ തലയിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തലയുടെ താഴ്ഭാഗത്തേക്ക് കൂടുതലായിട്ട് വിയർപ്പൊക്കെ കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് നല്ല രീതിയിൽ തന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ നല്ല ഇച്ചിങ്ങും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊരു വീടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്ത് ഇത് വന്നു കഴിഞ്ഞാൽ എന്താവും, മാറാനും കുറേ സമയം എടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഡയബറ്റിസ് പേഷ്യൻസ് ഉണ്ട്, അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് വീക്കനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരിൽ ഈ പറഞ്ഞ ഫംഗൽ ഈ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഫംഗസിന് ഗ്രോ ചെയ്യാൻ പറ്റിയ നല്ലൊരു മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, സ്കിന്നാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് ഗ്രോ ചെയ്യുകയും അത് മൾട്ടിപ്പിൾ ആവുകയും പിന്നെ അത് സ്പ്രെഡ് ആവുകയും നമുക്കതിൻ്റെ മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പം ഇത് വന്നു കഴിഞ്ഞ് ആ റെഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു ബ്ലാക്ക് കറുത്ത നിറമായിട്ട് മാറുകയും ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു കളർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട്. നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലൊക്കെ ആണെങ്കിൽ വന്നതെങ്കിൽ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കാണുന്നതിലുപരി നമുക്ക് ആ ചൊറിച്ചിൽ, ബേണിങ്, അസ്വസ്ഥതകളൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലോത്തിങ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുക. എല്ലാവരും കോമൺ ആയിട്ട് ടവൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന ആളുകളിൽ നമ്മളിത് കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ തോർത്തുമുണ്ട്, ടവൽസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറിൽ മഴക്കാലമൊക്കെ ആകുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ ഡ്രസ്സുകളൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ, ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ ഡ്രൈനെസ് തട്ടിയിട്ട് അവിടെ ഈ ഒരു ഫംഗൽ ഗ്രോത്ത് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നനഞ്ഞ ഡ്രസ്സുകൾ നിങ്ങളോട് ഇടരുത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബോഡി എന്താക്കുന്നില്ല, വൈപ്പ് ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ, തുടച്ച് മാറുന്നില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഗ്രോ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെ തന്നെയാണ് മെയിൻ. പിന്നെ ഡയബറ്റിസ് പേഷ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡയബറ്റിസ് പേഷ്യൻസിലാണെങ്കിലും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് കുടിക്കണം. അതുപോലെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ടോക്സിൻസ് കാര്യങ്ങളൊക്കെ റിമൂവ് ആവണം. ഇതിനാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് സ്പൈസി ഫുഡുകൾ, നോൺ വെജ് ഐറ്റംസുകൾ, തൈര്, പാലുൽപ്പന്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ടും കഴിക്കാതിരിക്കുക. ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടി ബോഡിക്ക് സൂത്തനിങ് ആൻഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, ഓറഞ്ച്, കിവി, പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക. പിന്നെ അമിതമായിട്ട് ഈ ഐസ്ക്രീംസ് കഴിക്കുക, ചോക്ലേറ്റ്സ് കഴിക്കുക, നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ ലെവൽ കൂട്ടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുന്നതിനുള്ള ഒരു റീസൺ ആവുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ പലരും ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രീംസൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്രീംസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഈ ഫംഗസും കാര്യങ്ങളൊക്കെ കുറയും. പക്ഷേ 3-ാമത്തെ ദിവസം വീണ്ടും ഈ ഫംഗസ് അവിടെ തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓയിൻമെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ അത് യൂസ് ആക്കുക. ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് വരാനുള്ള ചാൻസസ് ആണ് കൂടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒന്ന് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗാർമെൻറ്റ്സ് ഒക്കെയാണ്. ഗാർമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് കഴുകി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രൈവറ്റ് ഏരിയ ഒക്കെ നന്നായിട്ട് എന്താ ചെയ്യുക, ക്ലീൻ ചെയ്ത് വെക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അവിടെ നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. ചീർപ്പ്, തോർത്ത്, ഇതൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള മഞ്ഞൾ എടുക്കുന്നത്, അതുപോലെ തന്നെ ഇഞ്ചി കഴിക്കുന്നത്, ചെറുനാരങ്ങ കഴിക്കുന്നതൊക്കെ ഈ സമയത്ത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ, അത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങളെന്താണ്, ചില ആളുകൾ ഷോപ്പിൽ പോയിട്ട് ഓയിൻമെൻറ്റ്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ കാലമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.